ചാൻസലർ സർക്കാർ ഒത്തുതീർപ്പിന് പിന്നാലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന വിഷയം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഡോക്ടർ സിസ തോമസിന്റെയും ഡോക്ടർ സജി ഗോപിനാഥിന്റെയും നിയമനം കോടതി അംഗീകരിക്കുമോ എന്നിന്നറിയാം. VC നിയമനത്തിൽ ഗവർണറുമായി മുഖ്യമന്ത്രി ഒത്തുതീർപ്പിലെത്തിയതിൽ CPM-ൽ എതിർപ്പ് രൂക്ഷമെന്ന വാർത്ത. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരും. ആദ്യം സുപ്രീം കോടതി പരിഗണിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയാൻ, അതേപോലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയരുന്ന വിഷയം ചർച്ച ചെയ്യാൻ MG പ്രതീക്ഷ കൂടി ചേരും. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ബൽറാം, ശരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനം ഇന്ന് വരാനിരിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടർ സിസ തോമസും ഡോക്ടർ സജി ഗോപിനാഥും ജോയിൻ ചെയ്ത് ഒപ്പൊക്കെ വെച്ച് റെഡിയാക്കി ഇരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ തീരുമാനങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും നമുക്ക് ലഭിക്കുന്ന നിയമപരമായ സൂചനകൾ? വെരി ഗുഡ് മോർണിംഗ് SKN. ഈ വിഷയത്തിൽ കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട നിർണായകമായ കേസാണ് ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുന്നത്. അതിനിടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക നീക്കം. അതായത് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിൽ സമവായത്തിൽ എത്തുന്നതും ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ ജി ഗോപിനാഥിനെയും നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കുന്നതും. ഇക്കാര്യം നിലവിൽ തന്നെ ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇരുവരുടെയും നിയമനം നടപ്പാക്കിയതായി തന്നെ ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതേസമയം സമവായത്തിലെത്താനുള്ള സുപ്രീം കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് പോലും സമവായത്തിൽ എത്തിയിരുന്നില്ല. വ്യത്യസ്തമായ പേരുകളാണ് ഗവർണറും സർക്കാരും മുന്നോട്ട് വെച്ചത്. തുടർന്ന് സമവായത്തിൽ എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ VC നിയമനം സുപ്രീം കോടതി തന്നെ നടത്തും എന്ന് അറിയിക്കുകയും കൂടാതെ ഈ സുധാൻഷു ദുലിയ കമ്മിറ്റിയോട് പേരുകൾ നിർദ്ദേശിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ്, അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ സമവായത്തിലെത്തുകയും രണ്ട് പേരുകൾ നിർദ്ദേശിക്കപ്പെടുകയും ഇരുവരുടെയും നിയമനം നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന വിഷയം. ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വെച്ച ഒരു ആവശ്യമാണ് സമവായത്തിലൂടെ ഈ VC നിയമനം നടപ്പാക്കുക എന്നുള്ളത്. അത് അവസാന ഘട്ടത്തിലും എങ്കിലും അംഗീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ അത് സുപ്രീം കോടതി അംഗീകരിക്കാൻ തന്നെയാണ് നിലവിലുള്ള സാധ്യത. എന്തായാലും നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടമാണ് ഇതോടെ അവസാനിക്കുക. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം എന്തായാലും നിർണായകമാകും. പ്രത്യേകിച്ച് ഇത് അംഗീകരിക്കുകയാണെങ്കിൽ പോലും കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങളും ഏറെ നിർണായകമാണ്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ഇനി MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ശരിക്കും ഗവർണറുമായി നടത്തിയ ഒത്തുതീർപ്പ് കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നു. എത്രമാത്രം സത്യമുണ്ടത്? മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്നു എന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ. എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? SKN, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം ആരോപിച്ച് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇടതുമുന്നണിയായിരുന്നു. ആ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി തന്നെ ഗവർണറുമായി ഒരു സമവായത്തിലെത്തി എന്നതാണ് വലിയ ഈ അതൃപ്തിക്ക് കാരണമായി പറയുന്നത്. മാത്രമല്ല, ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ വിശദീകരിച്ചിരുന്നില്ല. ഈ സമവായ നീക്കം ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നതാണ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഗവർണറുടെ നിലപാടിനെ അംഗീകരിക്കുന്നതിൽ ഒരു നേതാക്കളും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം PM ശ്രീ പദ്ധതി പോലെ ഇതും ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടിയാകും ഈ നിലപാട് മാറ്റം എന്നതാണ് നേതാക്കൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ നിലപാട് എടുത്തിട്ടുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം KS അനിൽകുമാറിനെ കൂടി കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോട് കൂടിയാണ് നേതാക്കൾക്ക് വലിയ അതൃപ്തിയുള്ളത്. ഇക്കാര്യത്തിൽ CPയുടെ നിലപാട് ഏറെ നിർണായകമായിരിക്കും. കാരണം ഗവർണർക്കെതിരെ വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഒക്കെ തന്നെ ഉന്നയിച്ച ഇടതുമുന്നണി നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇനി എന്ത് മറുപടി പറയും എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ കേരള സർവകലാശാലയിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിനെ എതിർത്ത ആളാണ് KS അനിൽകുമാർ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടിക്കെതിരെ വലിയ സമരങ്ങൾ
കേരള സർവകലാശാലയിൽ നടന്നതാണ്. ആ അനിൽകുമാറിനെ സംരക്ഷിക്കാതെ ഗവർണർക്ക് വഴങ്ങി എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഈ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും വലിയ സമരം നടത്തിയ SFI ഇക്കാര്യത്തിൽ ഇനി എന്ത് മറുപടി പറയും എന്നതുൾപ്പെടെയുള്ള വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഗവർണർക്ക് മുഖ്യമന്ത്രി വഴങ്ങിയിട്ടുള്ളത്. ഗവർണർ സ്വീകരിച്ച നിലപാട് ആരെ നിയമിക്കണമെന്ന കാര്യം സർക്കാർ അംഗീകരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ഈ തർക്കം അനന്തരമായി നീട്ടിക്കൊണ്ട് പോകാനാകില്ല, അത് പരിഹരിക്കണം എന്നുള്ള നിലപാട് അല്ലെങ്കിൽ ആ ഒരു മറുപടി മാത്രമാണ് ഈ യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. എന്തായാലും CPI ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അതിരൂക്ഷമായ വിമർശനവുമായി മുന്നോട്ട് വരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. SKN. താങ്ക് യു MJ പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.